ഹായ് ഗൈസ്, എക്സാമിൻ്റെ കാലമാണ്. SLCയിൽ ഫുൾ A+ വാങ്ങുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണോ? സോ നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നോക്കാം. റഫ് സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് SLCയിൽ ഫുൾ A+ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ 10th മാർക്കിൻ്റെ ബേസിലാണ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്മേറ്റ് കാറ്റ് ക്രാക്ക് ചെയ്തു 99%. ക്ലാസ്മേറ്റിന് ഒരു സിംഗിൾ IM കോളും കിട്ടില്ല. റീസൺ ക്ലാസ്മേറ്റിൻ്റെ 10th സ്കോറിലായിരുന്നു. 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിക്ക് മാത്രം A+ പോയി. ഇപ്പം അതേ കെമിസ്ട്രി പഠിപ്പിക്കേണ്ട അധ്യാപകനാണ് ഞാൻ. മോറോവർ നാട്ടുകാരും അമ്മായിമാരൊക്കെ ചോദിക്കുന്ന സ്കോറാണ് 10ാം ക്ലാസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ അത്രയും കാലം പഠിച്ചതിൻ്റെ ഒരു നമുക്കൊരു സ്വയം വിലയിരുത്താനുള്ള ഒരു ഓപ്ഷനാണ് അത് വരുന്നത്. വീട്ടിൽ ഷെൽഫിൽ കുറേ മെമെൻറ്റോസ് നടക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് 8A+ ആണ്. പക്ഷെ അവന് JEE എക്സാം ആ സമയത്ത് A+ ആയിരുന്നു നമ്മൾ എഴുതുന്ന സമയത്ത്. അതിനേക്കാളും കിട്ടി നല്ല ബെറ്റർ റാങ്കിലൊക്കെ കിട്ടി നല്ല ഉഷാറായിട്ട് പോകും. ഞാൻ 10th ഫുൾ A+ ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാനൊരു NIT പാസ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് ഫുൾ A+ കിട്ടിയാലേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ, നമുക്ക് വിചാരിച്ച സ്കൂൾ കിട്ടുള്ളൂ, വിചാരിച്ച കോഴ്സ് കിട്ടുള്ളൂ. സോ നിർബന്ധമായിട്ടും ഫുൾ A+ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ A+ എന്ന് പറയുന്നത്. പുതിയൊരു നല്ല സ്കൂളിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ SSLC മാർക്ക് എന്തുകൊണ്ടും മാറ്റർ ചെയ്യുന്നൊരു സംഭവമാണ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം SSLC ഫുൾ A+ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു കാലത്ത് നല്ലൊരു ബെറ്റർ സ്കൂള് നമുക്ക് ഹയർ സെക്കൻഡറിക്കായാലും തുടർന്ന് അങ്ങോട്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഓരോ കുട്ടികളെയും ഓരോ എയിം അനുസരിച്ചാണ്. ചിലർക്കത് ഉപകാരപ്പെടും, ചിലർക്കത്. എൻ്റെ പേഴ്സണൽ അനുഭവം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതാണ്. ഭയങ്കര കോമ്പറ്റീഷനാണ്. 50,000-60,000 ആൾക്കൊക്കെയാണ് ഫുൾ A+. പക്ഷേ എന്നാലും ഒരു 10th സ്റ്റുഡൻറ്റിന് എയിം ചെയ്യാവുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാവുന്ന ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്.